സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് ആധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിലെ കബന്ധഗതി, അതുപോലെ ശബരിയാശ്രമ പ്രവേശം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വിലാസനേ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിന്റെ കുകുലന്വയ രത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ഉല്ലംഘ സിന്ധൗ സലിലം സലിലം യശോകവന്നീജനകാത്മജയ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ കൃതി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ സീതയെ കാണായികയാൽ സന്നദ്ധയിലേണ വനമാർഗ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തോരു സത്വമിതം. ലക്ഷ്മണ കണ്ടോയോ നീ കണ്ടോളം ഭയമുണ്ടം ഭക്ഷിക്കൂ ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ലതാനും. രക്ഷസ പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജമധ്യസ്ഥന്മാരായത് കുമാരാനാം കൽപ്പിതം പിതാവിനെന്നാലെന്തെന്നത് വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നോര ലക്ഷ്മണനുര ചെയ്തൻ. പൂരം വ്യാകുലഭാവമെന്തിനെ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചതോ ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു. രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോട്. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിലാരും ഉണ്ടായില്ലിതൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധ വാക്യങ്ങൾ കേട്ടോരോ പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരം മായാവി നിശാചരൻ
കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവചക്ഷിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും ആരടോ വികൃതരൂപം ധരിച്ചു ഒരുവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിൽ അമ്മാടു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരോ ഗന്ധർവനഹം രൂപയൗവന ദർപ്പിതനായി സഞ്ചരിക്കും കാലം സുന്ദരീ ജനമനോദൈരവും പരിധതി സുന്ദരനായൂരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചത് രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനൻ ദുഷ്ടനായൂരു നീ രാക്ഷസനായി പോകുന്ന തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൽ ബാഹുക്കളറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസശാപം കൊണ്ടു രാക്ഷസനായി ഒരു ഞാൻ താപേന നടന്നിടം കാലം അങ്ങ് ഒരു ദിനം ശതമന്യവനെ പാഞ്ഞെടുത്തേനതിരുഷ ശതകോടിയാ തലയെറുത്തു ശതമുഖൻ ഭദ്രമേറ്റിട്ടും മമ വന്നീല മരണമാ തബ്ദസംഭവൻ മമ തന്നോരു വരത്തിനാൽ വന്ദനല്ലായിക മൂലം വൃത്തിക്ക് മഹേന്ദ്രൻ ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനൻ വക്രവാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോധനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്ക് ശക്രാജ്ഞയാ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമ രഘുനായക ദയാനിധേ വന്യം ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മാർഗമൊക്കെ ചൊല്ലിയിടുവൻ മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളും ഇട്ട് വീതിഹോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയും തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരമോ തദ്ദേഹത്തിങ്കൽ നിന്നങ്ങോ വിസ്തൃതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മത സമാനനായി സർവഭൂഷണ പരിഭൂഷതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്ത് ഭക്തിയാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നൊരു ചെയ്ത് കൂപ്പി തൊഴുതൂ നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയർ കൊണ്ടോ ഗദ്ഗദാക്ഷരവാണികളും കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ നിന്തിരുവടിയുടെ തത്വമേതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്തത്വം കൊണ്ടെന്തോരു മഹാമോഹം അന്തവും ആദിയുമില്ലാതോരോ പരബ്രഹ്മവും അന്തരാത്മേതളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം അവ്യക്തമതി സൂക്ഷ്മമായോ രൂപവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം ദൃഗ്രൂപമേകമന്യ സകലം ദൃഢം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാവാസങ്ങൾക്കുള്ളോരൈക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കിയേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടു ഒരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷൻ അതിസ്ഥൂലം ഭാവനാ വിഷയമായെന്നത്രേ യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുവിനാ മഹത്തത്വാദ്യാവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു
സന്മയം എന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാൾപുമാനാകിയ ഭഗവന്തൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാദാധേ പുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സതലം ഉരുപതേ. ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനം മഹീതലം നാവിതേ നവസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ടദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്ന നൂനം. സംഘദേശം തേ തപോലോകമങ്ങതിന്നമീത പങ്കജയോനീവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും. സക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്രുകൾ നാസികയും. വക്രമായത് വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായത് രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ടകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം നിജപങ്ക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടി സ്തവാഭംഗമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷൌഷാദ്യങ്ങൾ രോമങ്ങളാകുന്നതും തക്ഷണം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം. പുഷ്ടമാമഹീപതേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുപടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ധ്രുവം ചിന്തിച്ചു വണങ്ങുന്നേ. ഇക്കാലമതിൽ കാളും മുഖ്യമായിരിപ്പൊന്നീതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ശാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനെ വിജിന്നന്തം ജാനകീ സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനായഹം ചിന്തിക്കുന്നേൻ. ഭാനുവംശോദ്ഭൂതനം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതമിരുന്നരുളിയിടുന്ന മുക്ത്യർത്ഥമായി തത്രൈവ മോക്ഷക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശനായതറിഞ്ഞു വഴിപോലെ മൂടന്മാവത്തത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹന്തകാരേ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹിമം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന സന്തതം നമസ്കാരം. ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായേന്ദവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവൻ മമുൻ പദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യോ പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിടൂ. അത്രയുമല്ല പരരന്നനുഗ്രഹിപ്പിൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥ പതനമിനി വരാം. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനാ തൊടുതിൽ നേടിനൻ. മുമ്പിൽ അമ്മാറു കാണാം മതങ്കാശ്രമം തത്ര
സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി തൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റവും പവിത്രയായ എപ്പോഴും ഭവാനയും ധ്യാനിച്ച് വിമുക്തയായി അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീശ്വര തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോ ചെന്ന് ചാരുത ചേർന്ന ശബര്യാശ്രമവകം പുക്കാർ. സംഭ്രമത്തോടു പ്രത്യുത്തായ താപസി ഭക്ത്യാ സമ്പതിച്ചത് പാദം പൂരുകയുഗത്തിങ്കൽ സന്തോഷപൂർണാസുനേത്രങ്ങളോടും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഗാസനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു പല മൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നത് രാജീവനേത്രന്മാരാം രാജതനയൻ നന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാൾ അവൾ ധന്യനായി വന്നേനകമിന്ന് പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടു വാണാർ. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത് പിന്നെ പോ ബ്രഹ്മപദം പ്രാപിച്ചാറവർകളും എന്നോട് ചൊന്നാർ അവർ ഏതുമേ ഗീതിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷോത്തമൻ പരമാത്മാ വന്നവതരിച്ചതു രാക്ഷസ പദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്ക് രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷമോ നിനക്കുമിന്നു നൂനം വന്യതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരപടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരപടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽകൂ ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നിലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂട ഞാനതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാഗ്മനോ വിഷയമല്ലാതെ രൂപവദ്രൂപമോ കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കളിലണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇന്ന് ഉൾക്കമലത്തിലറിയപ്പോകാ ദയാനിധേ. രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ വചനത്തിനു ജഗത്രയ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യായന ക്ഷേത്രോപാസ യാഗാജകല കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സഞ്ജന സംഘം പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മദ്ഭജോ വ്യാഖ്യാകൃതത്വം മൽക്കലാജാതാചാരോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ള ദാതാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതും എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മമ ഭക്തന്മാരിൽ പാരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറക്കുകയും മൽ തത്വവിചാരം കേൾ ഒമ്പതാമതും ഭദ്രേ. ശിഷ്യശുദ്ധിക്കു മൂലമാദിസു സാധനം നൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധം ഉത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിര്യജ്ഞാനികൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും.
തത്ര ജന്മനി മർത്യന് ഉത്തമതബോധന്. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ ഭാഗവതഡ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തി ഉണ്ടാകൊണ്ട് കാണായി വന്നിതോ തവ മുക്തിയുമെടുത്തു നിനക്കു തബോധന്. ജാനകീ മാർഗം അറിഞ്ഞിടിൽ നീ പറയണം കേനവാ നീതാ സീതാ മൽപ്രിയാ മനോഹരി. രാഘവാക്യമേവം കേട്ടോരു സബരിയും ആകുല മകരുമാരാധനാൽ വിരചീതാൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവത്തിനെന്നാകലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടവിൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരതന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടത് ദിവ്യദിശാദണ്ഡലർ മകളെ ഞാൻ. മുമ്പിലമ്മാറ് കുറഞ്ഞൊന്ന് തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരൂപാകെ. പശ്യ പർവ്വതപരമൃഷമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. ബാലിയെ പേടിച്ചു സാകേതമായ അനുദിനം ബാലിക്ക് മുൻശാപം പേടിച്ചു ചെന്നുകൂടാ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ പാലനം ചെയ്യുക ഭവാനവന വഴി പോലെ. സത്യവും സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു പവൽ പാദപങ്കജത്തോട് ചേർന്നു കൊള്ളുവൻ തുടങ്ങുന്നു. പാർക്കണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്വമുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചതു ശബരിക്കതുകാലം. ഭക്തവത്സലൻ പ്രസാദിക്കീലിന്നവർക്കെന്നീലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദം ഭോജമോ സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും സൂര്യ സന്ദജിച്ചുതൻ ഗുരുനാഥോപദേശം. ശ്രീരാമചന്ദ്രനെ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രമോ ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറക്കുമ്പോ ശ്രീരാമൻ ചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്നേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമരു ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കിൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കളിപ്പൈതാനും പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ചരുളന്നിരുന്നരുളിനാൾ. ഇത്യധ്യാത്മരാമായണേ സംഹാദ് ആരണ്യകാണ്ഡം സമാപ്തം. ശ്രീരാമനും ലക്ഷ്മണനെയും സീത അന്വേഷിച്ച് നടന്നു വരികയാണ്. വരുന്ന വഴിക്ക് ആണ് രാവണനോട് ഏറ്റുമുട്ടി വീണെടുക്കുന്ന ജടാവിനെ കണ്ടത്. ജടാവിനിൽ നിന്നും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ജടായുവിന് മോക്ഷം കൊടുത്ത് രാമലക്ഷ്മണന്മാർ നടന്നു വരുന്ന സമയത്താണ് പല ദിക്കിലും സീത അന്വേഷിച്ചുകൊണ്ട് പല ദിക്കിലും നടന്നു. ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചു ഓരോ ദിശയെ കാണായകയാൽ സന്നദ്ധേരേണ വനമാറിയെ സഞ്ചരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സത്വം തന്റെ മുന്നിൽ വന്ന് വരുന്നതായിട്ട് കണ്ടത്. അത് പ്രത്യേകമായ രൂപമാണ്. വക്ഷസ്യവദനവും യോജന ബാഹുക്കളും ചക്ഷുരാദിയുമില്ല എന്തോരു സത്വമിതം. വക്ഷസ്യവദനം യോജന നീണ്ടു കിടക്കുന്ന കൈകള്, കണ്ണുകളൊന്നുമില്ല. ഇതെന്ത് സത്വമാണ്? കൈകൾ മാത്രം നീണ്ടു കിടക്കുന്ന കാണുന്നു. വായാകട്ടെ വയറ്റിന്റെ ഉള്ളിലാണ്. ഈ സത്വത്തെ കണ്ടപ്പോൾ ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം രക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും. ഈ രാക്ഷസൻ നമ്മളെ എന്താണ് ഭക്ഷിക്കൊന്നാണത്, എന്താണ് ചെയ്യേണ്ടത്? ഇതാ ഈ വലിയ കൈകൾ ഇങ്ങനെ നീട്ടിയിട്ടാണ് വരിക. ആ കൈയിന്റെ ഉള്ളിൽപ്പെട്ടവരെയൊക്കെ ഭക്ഷിക്കുകയാണ് ചെയ്യുക. രക്ഷസ് പിടിച്ച് ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടില്ല നിരൂപിച്ചാൽ ഇപ്പോൾ അവന്റെ കയ്യിലാണ് നമ്മൾ അകപ്പെടുക, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു,
ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഓരോ കൈകളിൽ നമ്മൾ അമ്പ് ചെയ്ത് മുറിക്കാണ് വേണ്ടത്. തൽക്ഷണം ഛേദിച്ചു ദക്ഷിണഭുജൻ രാമൻ, ഇടത്തെ കൈ ലക്ഷ്മണനും ഛേദിച്ചു. ആ സമയത്ത് കൈകൾ ഛേദിക്കപ്പെട്ടപ്പോൾ അത്ഭുതത്തോടുകൂടി ആ രാക്ഷസൻ ചോദിച്ചു, ഇത്രയും നാൾ എൻ്റെ ഈ കൈകൾ ഛേദിക്കാൻ ശക്തനായിട്ട് ആരും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, നിങ്ങൾ ആരാണ്? ഏതായാലും എത്രയോ മഹത്വമുള്ളവരാണെന്ന് തോന്നുന്നു, ഈ കാട്ടിൽ വരാൻ എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ തന്റെ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് സീത അന്വേഷിച്ചിട്ട് കട നടക്കുകയാണ്. ഏതായാലും നീ കൈ നീട്ടി വന്നപ്പോൾ നിന്റെ കയ്യിൽ പെടുന്ന കൊണ്ട് നിന്റെ കൈകളെ ഛേദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ആ കബന്ധൻ പറഞ്ഞു, താങ്കൾ ശ്രീരാമചന്ദ്രനാണെങ്കിൽ ഞാൻ ഭാഗ്യവാനായിരിക്കുന്നു. നിന്തിരിവിടെ തന്നെ ശ്രീരാമദേവനെങ്കിൽ ധനനായി വന്നേനഹം. നിന്തിരിവിടെ തന്നെ മുന്നിലന്മാര് കാണായി വന്നു നിമിത്തമായി. തന്റെ പൂർവകത പറഞ്ഞു. ഞാൻ പണ്ടൊരു ഗന്ധർവനായിരുന്നു. സുന്ദരികളാ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ക്രീഡിച്ച് നടക്കുമ്പോൾ ആ സമയത്താണ് അഷ്ടവക്രനെ കാണാനിടയായത്. 8 വളവ് ഉള്ളതായ ആ സന്യാസിയെ കണ്ടപ്പോൾ ഞാൻ അല്പം പരിഹസിച്ചു. അപ്പോൾ ആ മഹർഷി എനിക്ക് ശാപം തന്നു, നീ ദുഷ്ടനായ കാട്ടാളനായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ശാപാനുഗ്രഹം പറഞ്ഞു. ശ്രീനാരായണൻ ത്രേതായുഗത്തിൽ ശ്രീരാമനായിട്ട് ഭൂമിയിൽ വരും, വന്നിട്ട് നിന്റെ കൈകൾ ഇറക്കുമ്പോൾ നിനക്ക് മോക്ഷം വരുമെന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതാ ആ അനുഗ്രഹം ഇന്ന് സഫലമായിരിക്കുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ താപസ ശാപം കൊണ്ട് രാക്ഷസനായൂര് ഞാൻ താപേന നടന്നിടം കാലം ഒരു ശതമന്യവിനെ പാഞ്ഞെടുത്തേൻ. ഇന്ദ്രന്റെ നേരെ ഞാൻ ഒരിക്കൽ ഓടിപ്പോയിട്ട് ആ സമയത്ത് ഇന്ദ്രന്റെ തലയുറത്തു. എന്നിട്ടും എനിക്ക് മരണമുണ്ടാവില്ലെന്ന് കണ്ടപ്പോൾ അത് ബ്രഹ്മാവിന്റെ വരം കൊണ്ട് എനിക്ക് മരണമുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഉപജീവനം ചെയ്യാൻ വേണ്ടി തൻ്റെ വയറ്റിലേക്ക് ആക്കിയുണ്ടായെന്നാണ്. ഭദ്രമേറ്റിട്ട് അമ്മ വന്നില്ല വരണമെന്നോട് തപ്ത സംബന്ധം വരത്തിനാൽ ഉത്തമാങ്കത്തെ അമ്മ കുഷിയിലാക്കിയിടിനാൻ. പിന്നെ 2 കൈകളും മാത്രം നീണ്ടിങ്ങനെ നടക്കിയായിരുന്ന തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും ശ്രീരാമനെ കണ്ട് വളരെ ഭംഗിയായിട്ട് കോമളമായ പദങ്ങളാൽ കബന്ധൻ സ്തുതിക്കുകയാണ്. മനോഹരമായ സ്തുതിക്കുകയുണ്ടായി. ഭഗവാനെ അങ്ങയെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. പലതും പറഞ്ഞു. ശ്രീരാമൻ സാക്ഷാൽ ഭഗവാനാണ്, വിരാട് പുരുഷനാണ്. ആ ഭഗവാന്റെ തുങ്കനാം വിരാട് പുരുഷനായ ഭഗവാൻ തന്നെ അംഗങ്ങളല്ലോ 14 ലോകങ്ങളും. അങ്ങയുടെ പാദമൂലമാണ് പാതാളം, പാഷ്ണികളുടെ മഹാതലം, നാദാദേ ഗുൽഫം രസാതലം, തലാതലം, ചാരുജാനുക്കളല്ലോ സുതലവും രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലം അതലവും. അപ്പോൾ ഭഗവാന്റെ ഓരോ അവയവങ്ങൾ തന്നെയാണ് സ്വർലോകവും മഹർലോകവും നവോലോകവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിരാട് പുരുഷനായ ആ ഭഗവാനെ വളരെയധികം സ്തുതിച്ചു. ഉത്തമാകം ദേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്ത മാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദേ ദിക്കുകൾ കർണങ്ങളും അശ്വകൾ നാസികയും. എന്തിനു പറയുന്നു? വന്യമായ വക്രമായത് വന്നി നേത്രം ആദിത്യൻ, ചിത്രമായത് മനസ്സ്, ചന്ദ്രനാണല്ലോ. ഇങ്ങനെ ഈ കാണുന്ന എല്ലാം തന്നെ ഭഗവാന്റെ ഓരോ അവയവമായിട്ട് ആ വിരാട് പുരുഷനെ വർണ്ണിച്ചു. എന്നിട്ട് അങ്ങനെ വർണ്ണിച്ചതിന് ശേഷം, അല്ലയോ ഭഗവാനെ, താങ്കളല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലില്ല. നിന്തിരു വഴി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദ്രോപാൻ ചിന്തിച്ചു വണങ്ങുന്നേൻ. ഏതായാലും ഭഗവാനെ അങ്ങയുടെ ഈ രൂപം എന്റെ മനസ്സിൽ എപ്പോഴും തനിക്ക് തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽ കലവിഭൂഷണം. ഇങ്ങനെയുള്ളതായ ഭഗവാന്റെ ഈ രൂപം എന്റെ മനസ്സിൽ എപ്പോഴും തോന്നണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞു. സാക്ഷാൽ പരമേശ്വരൻ പോലും അങ്ങയെ ധ്യാനിച്ചുകൊണ്ടാണ്, നിന്തിരവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്നരുളിയിടുന്ന മുക്ത്യർത്ഥമായി. അവിടെ അങ്ങയുടെ രാമനാമം ഉപദേശം കൊടുക്കുകയാണ് സാക്ഷാൽ പരമശിവൻ പോലും ചെയ്യുന്നത്. രാമരാമേതികരൻ ഉപദേശവും ചെയ്ത് സോമനാഥൻ വസിച്ചിടുന്നു. അങ്ങയുടെ തത്വം മൂഢന്മാർക്ക് അറിയാൻ സാധിക്കയില്ല. ഏതായാലും അങ്ങയെ ഞാൻ സ്തുതിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തും സ്തുതിച്ചു. രാമയന്ത്ര ജഗൽ സാക്ഷിണേ നമോ നമ ഭാഗ്യമാം ജഗന്നാഥ പരമാനന്ദരൂപ ഭാഗ്യ സൗമിത്ര സേവ്യാ ഭാഗ്യമാം ദയാനിധേ എന്ന് പറഞ്ഞത് ഭഗവാൻ അങ്ങയുടെ മായാദേവി എന്നെ മോഹിപ്പിക്കാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. ഏതായാലും
ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം കൊടുത്തുകൊണ്ട് പറഞ്ഞു, സന്തുഷ്ടനായി എന്നവ സ്തുത്യ നിശ്ചല ഭക്തിയ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനമേ സനാതനം യോഗേന്ദ്രഗമ്യം പരം ആനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. വേറൊന്നും കൂടി ശ്രീരാമൻ പറഞ്ഞു, നീ പറഞ്ഞതായി സ്തോത്രം ആരാണോ ജപിക്കുന്നത് പഠിക്കുന്നതിൽ അവർക്ക് മുക്തി സംഭവിക്കും, സംശയമില്ല. ഏതായാലും ഭക്തനാ നിനക്ക് ഒരിക്കലും ഇനി അധപ്പതനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ വരങ്ങൾ വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ തൊഴുത് യാത്ര ചൊല്ലി. അപ്പൊ പോകുമ്പോൾ പറഞ്ഞു, കുറച്ച് മുമ്പോട്ട് പോയാൽ മതങ്കാശ്രമം കാണാം, അവിടെ സമ്പതി അവിടെ വസിക്കുന്നത് ഉണ്ട്, തപസ്സിനി ശബരി ഉണ്ട്, ശബരിയെ ചെന്ന് കണ്ടാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രന്മാർ പിന്നീട് നടന്നു പോവുകയാണ്. അങ്ങനെ ശബരി ആശ്രമത്തിൽ പ്രവേശിച്ചു. ശബരിയുടെ പാദങ്ങൾ വീട് നമസ്കരിച്ചു. ശ്രീരാമൻ വന്നു ചേർന്നപ്പോൾ സംഭ്രമത്തോടും പ്രത്യുത്തായ തപസി ഭക്തിയാ സമ്പാദിച്ചത് പാദോംബർഹികത്തെങ്കിൽ. എന്നിട്ട് ശ്രീരാമന്റെ പാദം കഴിച്ചിട്ട് സൽക്കരിച്ചു, സൽക്കാരം സ്വീകരിച്ചു. ആ സമയത്ത് ശബരി പറഞ്ഞു, എൻ്റെ ഗുരുബോധന്മാരായ മുനിജനങ്ങൾ നിന്നെ പൂജിച്ചുകൊണ്ട് ഇവിടെ വളരെ വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അന്ന് ഞാൻ അവരെ പരിചരിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞതാണ്. അവരൊക്കെ പിന്നീട് യഥാവഴി ബ്രഹ്മപദത്തെ പ്രാപിച്ചു. എന്നാലും അവർ എന്നോട് പറഞ്ഞു, നീ ദുഃഖിക്കേണ്ടതില്ല, നീ ഇവിടെ തന്നെ കുറെ നാൾ കഴിയുക. സാക്ഷാൽ മഹാവിഷ്ണു ഇവിടെ പദാർത്ഥമായിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്, നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാൻ. ഇപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ. ചിത്രകൂടത്തിൽ വന്നിട്ടാണ് ഉള്ളത്. ആ ചിത്രകൂടത്തിൽ വന്ന ശ്രീരാമൻ എവിടേക്കും വരും. അങ്ങനെ ശ്രീരാമനെ കണ്ടിട്ട് നീ ദേഹത്യാഗം ചെയ്താൽ നിനക്ക് മോക്ഷം വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥന്മാര്. അതിപ്പോൾ സത്യമായല്ലോ. ഞാനിതാ ഭഗവാനെ അങ്ങയെ കാത്തിട്ട് ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ പാദം കാണാനുള്ള യോഗം എൻ്റെ ഗുരുബോധന്മാർക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നാൽ എനിക്കിതാ അങ്ങയെ നേരിട്ട് കാണാൻ യോഗം വന്നുവല്ലോ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുബോധന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാത്ത ഹീനജാതിയുള്ള മൂട ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലല്ലോ. ഒരറിവില്ലാത്ത ഞാൻ അങ്ങയെ കാണാൻ്റെ യോഗമുള്ള ഉള്ളവളല്ലല്ലോ. ഏതായാലും അങ്ങയുടെ രൂപം കാണാൻ വേണ്ടി വന്നത് വളരെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഭഗവാനെ എനിക്ക് എങ്ങനെയാണ് അങ്ങ് സ്തുതിക്കേണ്ടത് അറിഞ്ഞുകൂടല്ലോ. ഒന്നും എനിക്ക് സ്തുതിക്കേണ്ട അറിഞ്ഞുകൂടാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശ്രീരാമൻ പറഞ്ഞു, ഭഗവത് ഭക്തിക്ക് കാരണം അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ചിന്തയൊന്നുമല്ല. ഭക്തി ആണ് പ്രധാനം. അതാണായാലും പെണ്ണായാലും ഭക്തി ഉണ്ടോ? ഭക്തിക്കാണ് പ്രാധാന്യമുള്ളത്. ഭക്തി ഒഴിഞ്ഞൊന്നിനാൽ ഇല്ല കാരണമേതും മുക്തി വന്നിടുവാൻ ഇല്ല മറ്റൊന്നും. തീർത്ഥസ്ഥാനങ്ങൾ പോയിട്ട് തീർത്ഥങ്ങൾ ചെയ്താലും തപസ്സനുഷ്ഠിച്ചാലും വേദാധ്യായങ്ങൾ പാരായണം ചെയ്താലും യാഗങ്ങൾ ചെയ്താലും ഒന്നും ഭഗവാനായി എന്നെ കാണാൻ വേണ്ടി സാധിക്കില്ല. സാധിക്കണമെങ്കിൽ എന്നിലുള്ള പൂർണ്ണമായ ഭക്തി, അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കണം. അതിനാൽ നിനക്ക് ഞാൻ ഭക്തിയുടെ മാർഗം പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്തി ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഭക്തിക്ക് വേണ്ടത് മുഖ്യ സാധനം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സജ്ജന സംഗമമാണ്. നല്ലവരുമായിട്ടുള്ള കൂടിച്ചേരല്, സജ്ജനങ്ങളോട് സംസർഗം ഉണ്ടാകണം. പിന്നീട് ഭഗവാന്റെ കഥകളെ ആലാപനം ചെയ്യുക. പിന്നെ ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ചിട്ട് വ്യാഖ്യാനിക്കുക. പിന്നെ യമനിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ സദാസമയത്തും പൂജിക്കണം. ഭഗവാന്റെ മന്ത്രത്തെ ഉപാസിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ തന്നെ കാണാനുള്ള കഴിവുണ്ടാകണം. സർവഭൂതങ്ങളിലും അനുമതി ഉണ്ടാകുകയും സർവദാ മൽ ഭക്തന്മാരാൽ പാരമാസ്തിക്യവും. പിന്നെ ഈശ്വര ഭക്തന്മാരിൽ തികഞ്ഞ ഭക്തി ഉണ്ടാകണം. സർവത്ര വ്യാപരിച്ചിരിക്കുന്ന ഞാനാണ് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണം. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറക്കുകയും. പിന്നെ തത്വ വിചാരം കേൾ 9 എന്റെ തത്വത്തെ സദാസമയത്ത് മനസ്സിൽ ധ്യാനിക്കുക. ഇങ്ങനെ ഇതാ ഭക്തിക്ക് വേണ്ട 9 സാധനങ്ങൾ ഞാൻ പറഞ്ഞു. ഉക്തമായതു ഭക്തി സാധനം നവവിധം ഉത്തമ നിത്യഭക്തന്മാരുള്ള വിചാരിച്ചാൽ ഇനി ആരായാലും അത് നിസ്സാരജീവിയായാലും മനുഷ്യനായാലും മൃഗങ്ങളായാലും ഒക്കെ പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ എൻ്റെ തത്വാനുഭൂതം മനസ്സിൽ വരും. എൻ്റെ തത്വാനുഭൂതികൾ മനസ്സിലായി കഴിഞ്ഞാൽ മുക്തി വരും. അതിനാൽ മുക്തിക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഭക്തി തന്നെയാണ്. നിനക്ക് ഭക്തി ഉള്ളത് കൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിനക്കിതാ മുക്തി ആസന്നമായിരിക്കുകയാണ്. പറ്റുമെങ്കിൽ നീ പറഞ്ഞു തരൂ. സീതയെ
എങ്ങനെയാണ് എവിടേക്കാണ് പോയിട്ടുള്ളത്? കേനവാ നീത സീത മൽപ്രിയ മനോഹരി. ആ സമയത്ത് ശബരി പറഞ്ഞു, നിങ്ങൾക്ക് ഭഗവാനെ അങ്ങേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. സീതാദേവി കേതിത്വ ലങ്ക അവരതന്നിൽ വാഴുന്നവനും. ദശകണ്ഠനാണ് കൊണ്ടുപോയിട്ടുള്ളത്, രാവണനാണ് കൊണ്ടുപോയത്. ഞാൻ എൻ്റെ ദൃഷ്ടി കൊണ്ട് സീതയെ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും കുറച്ചും കൂടി തെക്കോട്ട് പോയാൽ പമ്പയാകുന്ന സരസിനെ കാണാൻ പോകും. അതിൻ്റെ മുൻഭാഗത്ത് പശ്യ പർവ്വതവരം ഋഷ്യമുഖാക്യം, അവിടെ ഋഷ്യമുഖം എന്ന് വരാൻ പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ വളരെ സുരക്ഷിതനായിട്ട് സുഗ്രീവൻ എന്ന വാനരസേട്ടൻ താമസിക്കുന്നുണ്ട്. ബാലിയെ പേടിച്ചിട്ടാണ്, ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ചിട്ട് സുഗ്രീവൻ ഋഷ്യമുഖാപർവ്വതത്തിന് മുകളിലാണ് ഉള്ളത്. 4 മന്ത്രികളുമായിട്ടാണ് അവിടെ കഴിയുന്നത്. അപ്പൊ അവിടെ പോയിട്ട് 4 മന്ത്രിയും കൂടി മാർത്താണ്ഡാത്മജൻ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ അവിടെ പോയിട്ട് അവരെ ചെന്ന് കാണുക. സുഗ്രീവനെ ചെന്ന് കണ്ട് സഖ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും സാധിക്കും. ഞാനിതാ ഭഗവാനെ അങ്ങയെ കണ്ടുവല്ലോ, മോക്ഷം പ്രാപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, എങ്കിൽ ഞാൻ ഇന്ന് അഗ്നിപ്രവേശം ചെയ്ത് ഭഗവാൻ പാദപങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. അല്പനേരം എന്നെ ഭഗവാൻ കടാക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശബരി ദേഹത്യാഗം ചെയ്തു. ശബരിക്ക് മുക്തി സിദ്ധിച്ചു എന്ന് പറയുന്നു. ഭഗവാൻ പ്രസാദിച്ചാൽ ഇനി ആർക്കായാലും മുക്തി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശ്രീരാമന്റെ ഭക്തി മുക്തിയെ ഉണ്ടാക്കും. ശ്രീരാമന്റെ പാദങ്ങളെ മനസ്സിൽ എപ്പോഴും സേവിക്കുകയാണ് വേണ്ടത്. ശ്രീരാമനെ സദാസമയത്തും ധ്യാനിച്ചുകൊള്ളുക, ശ്രീരാമമന്ത്ര സദാസം ജപിക്കുക, ശ്രീരാമേന്ദ്ര കഥ ചൊല്ലുകയും കേൾക്കുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും എല്ലാം ശ്രീരാമമയമാണ് എന്നുറക്കുമ്പോൾ ശ്രീരാമനോട് ഐക്യം പ്രാപിക്കാൻ വേണ്ടി പറ്റും. അതിനാൽ രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേഷണേ എന്ന് പാർവതീദേവിയോട് പരമേശ്വരൻ പറഞ്ഞുകൊണ്ടാണ് അധ്യാത്മരാമായണത്തിലെ ആരണ്യകാന്ഡം കിളിപ്പൊഴുതൽ പറഞ്ഞു നിർത്തുന്നത്. നമസ്കാരം.